ഉത്തരേന്ത്യയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വാർത്തകൾ നമ്മുടെ കേരളത്തിലുള്ളവർ പൊക്കിക്കൊണ്ടുവരും. അങ്ങനെ പൊക്കിക്കൊണ്ടു വന്നിട്ട് അതിന്റെ പേരിൽ ഇവിടെ കലഹിക്കും. പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം കലഹം കലഹിക്കാൻ നോക്കും. എന്നിട്ട് അതിന്റെ പേരിൽ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വളഞ്ഞിരുന്ന് തെറി വിളിക്കും. ഒരുപക്ഷെ ഈ വീഡിയോയുടെ താഴെയും ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ അറിയത്തില്ലാത്ത, ഞാൻ ആരെയും ഒന്നും പറയാത്ത, അതായത് മനസ്സവാച കർമ്മണ അറിയാത്ത ആൾക്കാർ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. അതാണ് ഇന്നത്തെ കാലം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, ഈ കേരളത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ഉത്തരേന്ത്യയിൽ പലരും ചിന്തിക്കുന്നത്. നമ്മൾ അറിയുന്ന കാര്യങ്ങളുടെ വാസ്തവമല്ല അവിടെ നടക്കുന്നത്. അതിന് എന്ത് തന്നെ ആയിരുന്നാലും, അത് ബീഫിന്റെ പേരിലുള്ള കൊലയായാലും, ഇനി ആരെങ്കിലും ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടികളെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാലും എല്ലാം മിക്കവാറുമുള്ള കഥകളൊക്കെ സാങ്കല്പിക കഥകളായിരിക്കും. ആ സാങ്കല്പിക കഥകളെ ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ വലിയ ചർച്ചയും അതുപോലെ തമ്മിലടിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിക്കുന്ന പല സംഭവങ്ങളുടെയും യഥാർത്ഥ വസ്തുതകൾ, അതിന്റെ ഫാക്ട് എന്താണ് എന്ന് അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഏതോ കാലത്ത് മറ്റെന്തോ വിധത്തിൽ നടന്നിട്ടുള്ള എന്തിനെയോ എടുത്ത് ഇവിടെ ചിലപ്പോൾ 2, 3, 4 വീഡിയോകൾ ചേർത്ത് വെക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെല്ലാം. പക്ഷെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉത്തരേന്ത്യയിൽ വളരെ വളരെ പിന്നോട്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സർക്കാർ ഇനി സ്വച്ഛ ഭാരത് ആയാലും ഇനി വേറെ എന്തെങ്കിലും ഭാരത് ആയാലും എന്തൊക്കെ അടിച്ച് വിട്ടുകഴിഞ്ഞാലും ശരിക്കും ഇവിടെ കേരളത്തിലെ നമുക്കിത് മനസ്സിലാവില്ല. കാരണം നമ്മൾ കുറച്ചൊക്കെ വിദ്യാസമ്പന്നരാണ്, എഴുത്തും വായന അറിയുന്നവരാണ് എന്നാണ് നമ്മുടെ വൈപ്പ്. വിവരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, കാര്യം വിവരം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ തെറി വിളിക്കാനും ഇതിന് പോകില്ലല്ലോ. പോട്ടെ, ഏതായാലും ഉത്തരേന്ത്യയിൽ നമുക്കറിയാം ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ള ചില സ്കൂളുകളിലെങ്കിലും അതിന്റെ വീഡിയോകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അധ്യാപകർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അവരെങ്ങനെ അധ്യാപകരായി എന്നറിയില്ല. കാരണം അവരെ പഠിപ്പിക്കുന്നവരും അവരെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നവരും അവരെ തെരഞ്ഞെടുക്കുന്നവരും അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് സ്കൂളിൽ നിയമിക്കുന്നവർക്കും ആർക്കും വിവരമില്ല, അക്ഷരാഭ്യാസമില്ല, ഒന്നുമില്ല. ഇനി എത്ര തന്നെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും, ഏത് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, ഏതെങ്കിലും ഒരു പദവി അലങ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ താഴെത്തട്ടിൽ കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം. ഒഴുകി പോണ വെള്ളത്തിൽ പാലൊഴിച്ചിട്ട് അതൊരു വിശ്വാസമായിരിക്കാം. പക്ഷെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയും ഉണ്ട് വിശ്വാസികൾ. ഇവിടെ അങ്ങനെയുള്ളവരൊന്നും ചെയ്യില്ല. ചാണകത്തിൽ കിടന്ന് ഉരുളില്ല, മൂത്രം കുടിക്കില്ല. അതൊക്കെ ഔഷധമാക്കി കുടിക്കേണ്ട ചില രീതിയുണ്ട്. അതായത് ഇപ്പോ കാഞ്ഞിരക്കുരു പോലും ഔഷധമാണ് എന്ന് വെച്ചാൽ കാഞ്ഞിരക്കുരു എടുത്ത് അതെവിടെയും കൂടെ തിന്നുകയാണെങ്കിൽ വിവരം അറിയും. ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയെ പോലെ അല്ല വടക്കേ ഇന്ത്യയെന്നും, നമ്മുടെ ഇന്ത്യ കാലാകാലങ്ങളിൽ ഭരിക്കുന്നവർ അവർക്ക് ഭരിക്കാൻ വേണ്ടി, അതായത് എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ പറയുന്ന കൈപ്പത്തിയിലും താമരയിലും ഒക്കെ കൊണ്ടുചെന്ന് കുത്താൻ വേണ്ടി ആളുകളെ പാകപ്പെടുത്തി വെക്കുക, അവര് വിദ്യാഭ്യാസവും വിവരം കൊടുക്കാതിരിക്കുക. അതിന്റെ പ്രതിഫലനം പല ഇടങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നു മാത്രം. അവസാനം പുറത്തു വന്നിട്ടുള്ള ഒരു വീഡിയോ മധ്യപ്രദേശത്തിലെ രേവ ജില്ലയിൽ നിന്നാണ്. ഒരു സർക്കാർ സ്കൂളിലെ ഒരു ടീച്ചർ അവിടെ ഹെഡ്ഫോണൊക്കെ ചെവിയിൽ വെച്ച് ആളെങ്ങനെ ഇരിക്കുകയാണ്, വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഒരു ചെറിയ കുട്ടി ഒരു വിശറി കൊണ്ട് ഇങ്ങനെ വീശുന്നുണ്ട്. ആ വീശലിൽ അവന്റെ കൈ കടയുന്നുണ്ട്. കൈ കടഞ്ഞ് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് ഇവിടെ ഒരു ഭരണകൂടം ഉള്ളത്, എന്തിനാണ് ഇവിടെ ഒരു നിയമ സംവിധാനം ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്, എന്ത് പറഞ്ഞാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യ ആഭാസമാണോ, അല്ലെങ്കിൽ എന്ത് ആഭാസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ അധ്യാപകരുടെ നിയമനമാണോ, അതല്ലെങ്കിൽ ആഭാസതരം കാണിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്താണ്? നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഫാക്ട് ഒന്ന് പരിശോധിച്ചു. അതിൽ കിട്ടിയ വിവരം, സ്കൂളിലെത്തിയ ആരോ എടുത്ത ദൃശ്യങ്ങളാണ്. ഈ സംഭവം കണ്ടിട്ട് ആരോ എടുത്ത ദൃശ്യങ്ങൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ്. അത് വൈറലായി. പിന്നീട് മധ്യപ്രദേശ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ ടീച്ചറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത വരുന്നുണ്ട്. ഫാക്ട് ചെക്കിങ്ങിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും ഈ വീഡിയോ നമ്മുടെ രാജ്യത്ത് വലിയ വിമർശനമാണ് ഉണ്ടാക്കിയത്, വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. പക്ഷെ ഏത് ചർച്ച വന്നാലും എന്തൊക്കെ ചെയ്താലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് മറ്റൊരു വീഡിയോ പ്രചരിച്ചിരുന്നു. അതായത് ഒരു ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവിടുത്തെ അധ്യാപിക. അവർക്ക് എഴുന്നേറ്റ് ചെന്ന ഒരു കുട്ടിയെ അടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തൊട്ടടുത്തിരുന്ന കുട്ടിയോട് നീ അവനെ തല്ലട എന്ന് പറഞ്ഞു. അതായത് ഈ ടീച്ചർക്ക് കൊടുക്കേണ്ട അടി അടുത്തിരുന്ന സഹവിദ്യാർത്ഥി കൊടുത്തു. ഇത് ആരോ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. നമ്മളിവിടുത്തെ എങ്ങനെ അറിഞ്ഞെന്നറിയോ? ഈ അടി കൊണ്ടവൻ ഒരു മുസ്ലിമും ഈ അടിച്ചവൻ ഒരു ഹിന്ദുവുമായിരുന്നു. അതായത് അവിടെയുള്ള ഹിന്ദു വിഭാഗത്തെ കൊണ്ടൊരു മുസ്ലിം കുട്ടിയെ അടിപ്പിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു വസ്തുത.
അവിടെ അവർക്ക് എഴുന്നേൽക്കാൻ വയ്യ, ഞാൻ അടിക്കേണ്ട അടി അവൻ കൊടുത്താലും പോരെ എന്ന ഒരു വികല ചിന്ത. അത്രയേ ഉള്ളൂ അവർക്ക് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വരുന്ന അധ്യാപകരാ. ഏതായാലും ആ സ്കൂൾ അടച്ചുപൂട്ടി അവിടുത്തെ കുട്ടികളെ, പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ മറ്റു സ്കൂളുകളിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് സർക്കാർ നടപടി എടുത്തതായിട്ട് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. ഏതായാലും ഇത്തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് അധ്യാപകർ വാഴുന്നതെങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തും ഈ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖല ഗ്രാമാന്തരങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകം, അതായത് ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം എന്നാണ് വികസിക്കുന്നത്, എന്നാണ് വികസിത് ഭാരതമാകുന്നത്? Different angles. Don't forget to subscribe and support this channel.